So, ഹായ്, നമുക്കപ്പം മെയ് 4th വീക്കിലെ മാർക്കറ്റ് അനാലിസിസ് നോക്കാം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വീക്കിൽ മൺഡേ മാർക്കറ്റ് നല്ല രീതിയിൽ ഷോർട്ടപ്പ് ചെയ്തു. അതായത് ഓൾമോസ്റ്റ് 1000 പോയിൻറ്റ്സ് നെഫ്റ്റി മൂവ് ചെയ്തു. ഓൾമോസ്റ്റ് 4% നെഫ്റ്റി മൂവ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തത്. അത് ന്യൂസിൻ്റെ ഇമ്പാക്റ്റിൻ്റെ പവറിലാണ് നിഫ്റ്റി മൂവ് ചെയ്തത്. എന്നാൽ അതിന് ശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് മാർക്കറ്റ് ഒരു 2-3 ദിവസത്തെ കൺസോളിഡേഷൻ ആണ്. കാരണം ഞാൻ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായി. ഇത് ഓൾമോസ്റ്റ് നല്ലൊരു റാലി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമുള്ള 1-2 ദിവസങ്ങളിൽ മാർക്കറ്റ് യൂഷ്വലി ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റാണ് കാണാറ്. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ തന്നെ മാർക്കറ്റ് ചെറിയൊരു കറക്ഷൻ, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിൻ്റെ ഓൾമോസ്റ്റ് 200 ഗ്യാപ്പിൽ മാർക്കറ്റ് ഫോളായി. നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് മൺഡേ ക്രിയേറ്റ് ചെയ്ത ടോപ്പിൽ നിന്ന് ഓൾമോസ്റ്റ് 350+ പോയിൻറ്റ്സോളം മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മാർക്കറ്റ് കൺസോൾട്ടേഷൻ അല്ല, നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുള്ള രീതിയിലുള്ള മൂവ് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ തേഴ്സ്ഡേയിൽ മാർക്കറ്റ് നല്ല രീതിയിൽ റൈസ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ അല്ലെങ്കിൽ എനിക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായി. മാർക്കറ്റിൽ ഒരു എന്താ പറയുക, ബുൾ സൈഡും ബെയർ സൈഡും രണ്ട് രീതിയിൽ നല്ല സ്ട്രെങ്ത് ഉള്ള പോലെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അതുപോലത്തെ ഒരു വോളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു. അതായത് ഒരു 100 പോയിൻറ്റ്സ് മേളിലേക്ക് പോവുക, അതുപോലെ തന്നെ മേ ബി ഒരു 150 പോയിൻറ്റ്സ് അടിയിലേക്ക് വരാം, പിന്നെ ഒരു 100 പോയിൻറ്റ്സ് മേളിലേക്ക് പോകാം. അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ രണ്ട് ടീമിനും സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ആർക്കാണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതെന്ന് വിസിബിൾ അല്ലായിരുന്നു. ഓക്കെ, കഴിഞ്ഞ തേഴ്സ്ഡേയിൽ അതുപോലെ തന്നെ മാർക്കറ്റ് നമ്മൾ വിചാരിച്ച റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഫ്രം ദ ബേസ് അന്ന് ബ്രേക്ക് ഔട്ടിൽ നിന്ന് ബേസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് 400+ പോയിൻറ്റ്സ് മാർക്കറ്റ് മൂവ് ചെയ്തു. അന്നത്തെ ഡേയുടെ ഇൻട്രാഡേ ലോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 600 പോയിൻറ്റ്സ് മാർക്കറ്റ് അന്ന് മൂവ് ചെയ്തു. ഓക്കെ, അങ്ങനത്തെ ഒരു മാർക്കറ്റായിരുന്നു അന്നൊരു മാനിപ്പുലേഷൻ നടന്നു എന്നുള്ളൊരു അലിഗേഷൻസ് സെബി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വേറെ നോക്കാം. സോ നിലവിൽ അന്നത്തെ റാലി മൺഡേയിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. സോ നമ്മൾ മൺഡേ മാർക്കറ്റ് റാലി കഴിഞ്ഞിട്ട് എന്ത് എക്സ്പെക്റ്റ് ചെയ്തു അതാണ് ഫ്രൈഡേയിൽ മാർക്കറ്റ് കണ്ടത്. ഓക്കെ, ഫ്രൈഡേയുടെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. സോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ ഇനി ഈ വീക്ക് ബയേഴ്സിന് പവർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു വ്യൂ ആണ് എനിക്കുള്ളത്. ഈ വീക്ക് ഓൾമോസ്റ്റ് സെല്ലേഴ്സ് തന്നെയായിരിക്കും ഡോമിനേറ്റ് ചെയ്യുക. അതായത് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സ്റ്റേജ് ആയിരിക്കും ഈ വീക്ക് ഫുള്ളല്ല, മേ ബി ഒരു വെനസ്ഡേ വരെ. അതുകഴിഞ്ഞിട്ട് തേഴ്സ്ഡേ നിഫ്റ്റി എക്സ്പയറിയിൽ ഇനി ഒരു വോളറ്റൈൽ എക്സ്പയറി പ്രതീക്ഷിക്കാം. ഓക്കെ, കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ടായി കഴിഞ്ഞ 2-3 മാസത്തേക്ക് എല്ലാ എക്സ്പയറി ഡേയ്സും കാമായിരുന്നു. നമുക്ക് ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അങ്ങനത്തെ ഡേ വിസിബിളല്ല. 8th തോന്നുന്നു, 8th ഒരു കാം മാർക്കറ്റ് ആയിരുന്നു. അതിന് മുമ്പ് മെയ് 1 തോന്നുന്നു, അതും ഓൾമോസ്റ്റ് അങ്ങനെ ഒരു എന്താ പറയുക, വലിയ രീതിയിൽ വോളറ്റൈൽ ഇല്ലാത്തൊരു എക്സ്പയറീസാണ് നിഫ്റ്റി കഴിഞ്ഞ 2-3 മാസമായിട്ട് തന്നുകൊണ്ടിരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ 1st വീക്കിൽ ഫ്രൈഡേ ഒരു ഹോളിഡേ ആയതുകൊണ്ട് മാർക്കറ്റ് തേഴ്സ്ഡേ നല്ല മൂവ് ഉണ്ടായി. സോ ഇനിയുള്ള 2-3 ദിവസം മാർക്കറ്റ് കൺസോൾട്ടേഷൻ തന്നെയായിരിക്കും. ആ കൺസോൾട്ടേഷൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വ്യൂവിൽ എൻ്റെ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഈ 2 ഹൈ, അതായത് മാർക്കറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഹൈയും പ്രീവിയസ് ഹൈയും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുൾ മാർക്കറ്റിൽ എപ്പോഴും മാർക്കറ്റ് ഹൈ ലെവലിലായിരിക്കും. ആ ഹൈയുടെ സോണിലായിരിക്കും മാർക്കറ്റിൻ്റെ പ്രൈസ് എപ്പോഴും റിയാക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവാം, പിന്നെ ഹൈ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോവാം. അപ്പോൾ ഈ ഹൈയുടെ ലെവലിൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പ്രൈസ് റിജക്ഷനോ പരിപാടി നടക്കുകയുള്ളൂ. ഓക്കെ, മിക്കപ്പോഴും ഈ ലോ മാർക്കറ്റ് ടച്ച് ചെയ്യാറും കൂടി ഉണ്ടാവാറില്ല. അതാണ് യൂഷ്വലി നടക്കുക തിയറിറ്റിക്കലി. സോ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സ് ബുള്ളിഷ് തന്നെയാണ്. സോ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ലെവല് ഓക്കെ. സോ ആ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,975 25,115 ഓൾമോസ്റ്റ് ആ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ആ റേഞ്ച് തന്നെ ഓൾമോസ്റ്റ് 150 അറൗണ്ട് 150 പോയിൻറ്റ്സ് ഉണ്ട്.
സോ ആ ഒരു മൂവ്മെൻറ്റിലായിരിക്കും മാർക്കറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. സോ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് സ്ട്രെങ്ത് ഉള്ളൊരു ക്യാൻഡിലാണ് FT ക്ലോസ് ചെയ്തേക്കുന്നത്. സോ സെൻസെക്സും അതുപോലെ തന്നെ നല്ല സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ തന്നെ ക്ലോസ് ചെയ്തേക്കുന്നത്. ഒരു പീക്കിൽ നിന്നുള്ള റിജക്ഷൻ മാത്രമേ വീക്കിൽ തന്നിട്ടുള്ളൂ. ഓക്കെ, സോ ആ ലെവൽ മാർക്ക് ചെയ്യാം. എനി കേസ് മാർക്കറ്റ് ഈ 2 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ലോവർ സൈഡായിട്ട് 24,850, 859 അതിൻ്റെ മേളിലായിട്ട് 25,200 ഈ ഒരു ലെവലായിരിക്കും നമ്മൾ വാച്ച് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റിൽ ഇപ്പോൾ കറണ്ട് സിനാരിയോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് തികച്ചൊരു ബുൾ മാർക്കറ്റ് തന്നെയാണ്. മാർക്കറ്റിൽ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ്. മാർക്കറ്റിൽ ഒരു ഫാൾ ഉണ്ടാവാൻ ഈ ഇടയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇനി കേസ് എന്തെങ്കിലും ന്യൂസോ ഇവൻറ്റ്സോ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ബെയറിഷ് മൂവ് പ്രതീക്ഷിക്കാം. അത് അത്രത്തോളം നാൾ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ വിത്ത് ഒരു ബുള്ളിഷ് ബയാസ് ആണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. സോ നമുക്കിനി OI ഡാറ്റ കൂടി നോക്കാം. OI ഡാറ്റയിലുള്ള ലെവൽസും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ സെൻസിബിളിലാണ് OI നോക്കാം. ഇതാണ് നിഫ്റ്റി 22 മെയ്യുടെ എക്സ്പയറിയിൽ OI ഡാറ്റയാണിത്. നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഫ്രൈഡേ 16th മെയ്യിൽ 25,000 റേഞ്ചിൽ ഷോർട്ട് സ്റ്റാഡിൽ, അതായത് ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് അത് പുട്ട് സൈഡിൽ കോൾ സൈഡിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. വിച്ച് മീൻസ് അവിടെ ഒരു ഷോർട്ട് സ്ട്രാഡിൽ പോയിട്ടുണ്ടെന്നാണ്. കൂടുതൽ പേരും ഷോർട്ട് സ്ട്രാഡിൽ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് OI നോക്കുകയാണെങ്കിൽ അറൗണ്ട് 60 lakhsോളം ഷോർട്ട് സ്ട്രാഡിൽസ് അവിടെ പോയിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ സ്ട്രാഡിലിൻ്റെ പ്രൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓൾമോസ്റ്റ് ഇവിടെ ഒരു 354, ഓൾമോസ്റ്റ് 350 പോയിൻറ്റ്സ് ആണ് സ്ട്രാഡലിൻ്റെ കമ്പൈൻ പ്രൈസ് ഇപ്പോൾ വന്നത്. വിച്ച് മീൻസ് മാർക്കറ്റ് ഇപ്പോൾ റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ±350, അതായത് 25 ലെവലിൻ്റെ ±350 റേഞ്ച് ടു ദ മാക്സിമം. അതാണ് മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കറണ്ട് ലെവൽസ്. ഓക്കെ, അത് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിൽ വലിയൊരു മൂവ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. സോ OI ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ റേഞ്ച് ഓൾമോസ്റ്റ് 25,750 to 24,650 to 25,300, 350 ആ ലെവലിലായിരിക്കും മാർക്കറ്റിൻ്റെ റേഞ്ച് ഇൻസൈഡ് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ OI നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. 21,000 നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. 25,100 നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. 25,500 നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. 26,000 നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. വിച്ച് ബേസിക്കലി മെയിൻ ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു വീക്ക് അധികം ബുള്ളിഷ് മൂവ് വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. സപ്പോർട്ട്സ് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്സ് ഒന്നും ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഏറ്റവും നല്ല സപ്പോർട്ട് പറഞ്ഞാൽ 24,000, പിന്നെ അത് കഴിഞ്ഞിട്ട് 24,500 ആണ്. റൈറ്റ്, സോ മാർക്കറ്റ് അടിയിലേക്ക് പോവാൻ 24,500 വരെയും പോകാൻ ചാൻസ് ഉണ്ട്. റൈറ്റ്, അതാണ് മാർക്കറ്റിൻ്റെ റേഞ്ച് കാണുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓവറോൾ മൈക്രോ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫോൾ ആവേണ്ട ഒരു കാര്യവുമില്ല. മാർക്കറ്റ് കറൻ്റ് ബുള്ളിഷ് മാർക്കറ്റാണ്. ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ റൺ ചെയ്യുന്നത്. ഓക്കെ, സോ കറൻ്റ് ആൾക്കാർ ഈ OI ഡാറ്റ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഇനി ഈ വീക്ക് കണ്ട പോലത്തെ ഒരു ബുള്ളിഷ് മൂവ് വരാൻ ചാൻസ് ഇല്ല. ചെറിയൊരു കറക്ഷൻ തരാൻ തന്നെയാണ് ചാൻസ്. അത് വലിയ രീതിയിലേക്ക് അടിയിലേക്ക് പോകില്ല, പക്ഷെ എന്നാലും മേളിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അത് വാച്ച് ചെയ്യാം. ഓക്കെ, സോ അതാണ് OI ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ. PCR ഓൾമോസ്റ്റ് 0.8 ആണ്. വിച്ച് മീൻസ് ഒരു ബുള്ളിഷ് വ്യൂ തന്നെയാണ് PCR വാല്യൂ നമുക്ക് കിട്ടുന്നത്. പക്ഷേ സ്ട്രോങ് ബുള്ളിഷ് അല്ല, ഒരു കൈൻഡ് ഓഫ് മീഡിയം ബുള്ളിഷ്. ഓക്കെ, സോ കറൻ്റ്ലി വിക്സ് നോക്കുകയാണെങ്കിൽ 16 ആണ് വിക്സ് വന്നത്. വിക്സ് ഇനിയും ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു ഈ വീക്ക് തന്നെ ഓൾമോസ്റ്റ് ചിലപ്പോൾ ഒരു 15 ബിലോ ഓൾമോസ്റ്റ് ഒരു 14 റേഞ്ചിലേക്ക് വിക്സ് പോയേക്കാം. റൈറ്റ്, പിന്നെ അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള എക്സ്പയറിയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി. സെൻസെക്സിൻ്റെ എക്സ്പയറിയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് റേഞ്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നല്ലൊരു സപ്പോർട്ട് റേറ്റ് ചെയ്യുന്നത് 82,000-ലും റെസിസ്റ്റൻസ് റേറ്റ് ചെയ്യുന്നത് 82,500-ലാണ്. അപ്പോൾ അത്ര ഷോർട്ട് റേഞ്ചാണ് സെൻസെക്സ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് തന്നെയാണ് OI ഡാറ്റയിൽ നിന്ന് കിട്ടുന്നത്. 82,000 to 82,500. ഓക്കെ, സോ അതാണ് പറയുന്നത്. അപ്പോൾ ഈ വീക്കിൽ OI ഡാറ്റ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലൊരു ബയേഴ്സിനുള്ള അഡ്വാൻറ്റേജ് ഈ വീക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഫസ്റ്റ് 2 to 3 days മിക്കവാറും ഓപ്ഷൻ റൈറ്റേഴ്സിന് ഫേവറബിൾ ആയിരിക്കും.
തേഴ്സ്ഡേയുടെ എക്സ്പയറിക്ക് നല്ലൊരു വോളറ്റൈലായിട്ടുള്ള മാർക്കറ്റ് പ്രതീക്ഷിക്കാം. അതാണ് എൻ്റെ എക്സ്പെക്ടേഷൻസ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ അത്യാവശ്യം കുറച്ച് വ്യൂസിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഒരു ട്രേഡ് റെക്കമെൻഡേഷൻ ഒന്നുമല്ല. എൻ്റെ ഒരു അനാലിസിസ് മാത്രം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം, നിങ്ങൾക്കൊരു മാർക്കറ്റിന് എന്താണ് മാർക്കറ്റ് എന്ന് അറിയാനുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ട്രേഡ് അഡ്വൈസോ വേറെ ഒന്നും ഞാൻ അതിൽ ഷെയർ ചെയ്യാറില്ല. ഓക്കെ, എൻ്റെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ബയോയിൽ കിടക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ വേറെ എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.